ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വൊളാറ്റിലിറ്റി തന്നെയാണ്. ധാരാളം ക്വാർട്ടർ ടു റിസൾട്ടുകളും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അനൗൺസ്മെൻറ്റ് വരാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ ഇന്ന് വൊളാറ്റിലിറ്റി തന്നെയാണ്. അമേരിക്കൻ മാർക്കറ്റുകളിൽ ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. ട്രംപിൻ്റെ വിജയത്തിന് ശേഷം വലിയ റാലിയാണ് അമേരിക്കൻ മാർക്കറ്റുകളിൽ കണ്ടത്. പക്ഷേ ഇന്നലെ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നാം കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ പല അനൗൺസ്മെൻറ്റുകളും വരുന്നത് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഹെഡ് ചെയ്യാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും അത് ഇന്ത്യനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവ് ആയിരിക്കാം. പക്ഷേ ട്രംപിൻ്റെ പോളിസികൾ ഒരു പക്ഷേ വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ കൂട്ടാൻ കാരണമാക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡോളർ വീണ്ടും സ്ട്രെങ്തൻ ചെയ്യും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് എമർജിങ് മാർക്കറ്റുകളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒപ്പം കമോഡിറ്റികളെ സംബന്ധിച്ചും അതൊരു നെഗറ്റീവാണ്. ഇന്നലെ എല്ലാ കമോഡിറ്റികളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് കമോഡിറ്റികളൊക്കെ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2,613 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ്. അതോടൊപ്പം തന്നെ സ്പോട്ട് $2,600 പെർ ഔൺസിനാണ്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ വളരെ വീക്കായിരുന്നു. പക്ഷെ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ വീക്കായിരുന്നു, ഏഷ്യൻ മാർക്കറ്റുകൾ വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിലും ഏഷ്യൻ മാർക്കറ്റുകൾ നല്ല വൊളാറ്റിലിറ്റിയാണ് കാണിക്കുന്നത്. ഒപ്പം നമ്മളും ഇന്നലെ വൊളാറ്റിലിറ്റിയിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വലിയ സെൽ ഓഫ് വരികയാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും നമ്മുടെ മാർക്കറ്റ് താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ഇന്നലെ വന്നിട്ടുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡാറ്റയാണ്. 6.21% ഒക്ടോബർ മാസത്തിലത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. ഫുഡ് ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ കൂടിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തെ IIP ഡാറ്റ വന്നിട്ടുണ്ട്. IIP ഡാറ്റ 3.1% ആണ് IIP ഡാറ്റ വന്നിരിക്കുന്നത്. സെപ്റ്റംബറിൽ ഓഗസ്റ്റിലെ 1.6% ആയിരുന്നു. ഇത് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. എന്നിരുന്നാലും നമ്മൾ ക്വാർട്ടർ ടു റിസൾട്ടുകളും മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ അസസ് ചെയ്യുമ്പോൾ മാർക്കറ്റിലൊരു വൊളാറ്റിലിറ്റിയും കോഷൻ തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ഇന്ന് പുതിയ ലിസ്റ്റിംഗ് വരുന്നുണ്ട്. സ്വിഗ്ഗിയുടെ ലിസ്റ്റിംഗ് ആണ്. 390 രൂപയ്ക്കാണ് ഇഷ്യൂ പ്രൈസ് ആയിരുന്നത്. തീർച്ചയായിട്ടും ഒരു വൊളാറ്റൈൽ ലിസ്റ്റിംഗ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഡിസ്കൗണ്ടഡ് റേറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തേക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ 390-392 റേഞ്ചിലൊക്കെയാണ് ഗ്രേ മാർക്കറ്റിൽ സ്വിഗ്ഗി നടക്കുന്നത്. നല്ല രീതിയിൽ താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ന്യൂ ജനറേഷൻ സ്റ്റോക്കാണ് സ്വിഗ്ഗി. അപ്പോൾ നല്ല രീതിയിൽ ഇഷ്യൂ പ്രൈസിനേക്കാളും താഴെ പോവുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഈ സ്റ്റോക്ക് ലോങ് റണ്ണിലേക്ക് വാങ്ങാൻ ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ മുമ്പ് പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞ പോലെ എവരി ഫാളിൽ 4 ഘട്ടമായിട്ട് ലോങ് ടൈമിലേക്ക് സ്റ്റോക്ക് വാങ്ങാനൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒപ്പം നവംബർ 23 വരെ ഒരു കോഷൻ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.